ബേസിലാണ്. എൻ്റെ ഇന്നത്തെ കഥ കേട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ രോമം എഴുന്നേറ്റിരിക്കും കൂട്ടുകാരെ. ഞാൻ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനം എടുത്തു. എൻ്റെ മനസ്സും ശരീരവും കൊണ്ട് ഞാൻ ഫുള്ള് തീരുമാനം എടുത്തു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുണ്ട്. അവരാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അവരെന്നോട് ആദ്യം തന്നെ പറഞ്ഞു, ബേസിൽ നീ മറ്റുള്ള ദൈവങ്ങളോട് കളിക്കണ പോലെ നീ അയ്യപ്പനോട് കളിക്കരുത്. അയ്യപ്പനോട് കളിച്ചാൽ അയ്യപ്പൻ കളി പഠിപ്പിക്കും. നീ മോശമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നീ കറക്റ്റായിട്ട് വ്രതം എടുക്കാതെ പോയി കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് നിന്നെ അടുപ്പിക്കുക പോലുമില്ല. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, എനിക്ക് അയ്യപ്പനെ കാണണം. കാരണം അത് പറയാൻ കാരണമുണ്ട് കൂട്ടുകാരെ. ഞാൻ വിജയൻ ചേട്ടൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് വിജയൻ ചേട്ടനും എൻ്റെ കൂട്ടുകാരൻ കണ്ണനും അവർ രണ്ടുപേരും മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് കൂട്ടുകാരെ, അവർ കാലത്ത് അമ്പലക്കുളത്തിൽ പോയി കുളിച്ചിട്ട് വരുന്ന വഴിക്ക് അമ്പലത്തിൽ പോയി തൊഴുത് മേലൊക്കെ ഭസ്മം തൊട്ടിട്ട് അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്കിവരെ കാണുമ്പോണ്ടല്ലോ എൻ്റെ കൂട്ടുകാരെ, എന്തോ ഒരു തേജസ്സാണ് അവരുടെ മുഖത്ത്. അതായത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു പ്രത്യേക ഒരു തേജസ്, മുഖത്തൊരു ചിരി, ഒരു പ്രകാശം. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഉള്ളൊരാഗ്രഹമാണ്, എനിക്ക് ആ ഒരു ഫീലിംഗ് കിട്ടണം. ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ അതെനിക്ക് വേണം. അപ്പോൾ ഞാൻ അന്ന് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്കിതൊരിക്കലും പോസിബിൾ അല്ല. കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാനങ്ങനെ അതാണ് ഞാൻ ശബരിമലയ്ക്ക് പോകാനുള്ളൊരു മെയിൻ കാരണം. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ആഗ്രഹം എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ, അതിനെന്നാടാ നീ ക്രിസ്ത്യനാണെന്നുള്ളൊരു വിഷയമൊന്നുമില്ല, നിനക്ക് മാലയിടാം. അങ്ങനെ ഞാൻ പോയിട്ട് ചിയ്യാരത്താണ് ഞാൻ മാലയിടുന്നത്. മാലയിട്ടതിന് ശേഷം ഞാൻ കുറുക്കഞ്ചേരി ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ ഇരുമുടി കെട്ടിയിട്ട് ഞാൻ എൻ്റെ മലയ്ക്ക് പോവാണ് എൻ്റെ കൂട്ടുകാരെ. മലയ്ക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടാ നീ ഒരു അയ്യപ്പനാണ്, നീ ബസ്സിൽ കയറുമ്പോൾ ബസ്സിലുള്ളത് മൊത്തം അയ്യപ്പനാണ്, നീ അല്ലാതെ നീ ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള ചിന്തയെ വേണ്ട, നിന്നെ അയ്യപ്പൻ വഴി നടത്തുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ധൈര്യം തരാണ്. ഞാനങ്ങനെ ആ വിവേകാനന്ദയുടെ ബസ്സിൽ വന്ന് കയറുമ്പോൾ ഞാൻ ബസ്സിൽ കയറി ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തുണയായിട്ട് 2 അയ്യപ്പന്മാരെ കിട്ടുകയാണ്, ഒരു ഗുരുസ്വാമിയും പുള്ളിയുടെ മോനും. എൻ്റെ കൂട്ടുകാരൻ ഞാനപ്പോൾ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോയി, ഞാനിങ്ങനെ ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ആ ഗുരുസ്വാമി എന്നോട് പറയാണ്, അയ്യപ്പൻ വിളിക്കാതെ ഒരുത്തനും അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തില്ല എന്ന്. എനിക്കതോട് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനിക്ക് വന്നു എൻ്റെ കൂട്ടുകാരെ. ഞങ്ങളങ്ങനെ ബസ് ഇറങ്ങിയിട്ട് മല കയറാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൂട്ടുകാരെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ മലയാറ്റൂർ പോയിട്ടുണ്ട്. മലയാറ്റൂരൊക്കെ പോകുമ്പോൾ എൻ്റെ പപ്പ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മല കയറുന്ന സമയത്ത് ഇരിക്കരുത്, ഇരുന്ന് കഴിഞ്ഞാൽ മല കയറുന്നതിൻ്റെ ശക്തി പവർ പോവും. അതുപോലെ വെള്ളം കുടിക്കരുത്, ഏതു നേരം മനസ്സിലിങ്ങനെ ധ്യാനിച്ച് കയറണം. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയുന്നത് കാര്യം ഇതാണ്. അപ്പോൾ എനിക്ക് താഴത്തിട്ടൊന്ന് തൊട്ടിട്ട് എനിക്കുള്ള ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്ത് വന്നാലും വന്നാലും ഞാൻ ഇരിക്കില്ല, ഞാനൊരു തരി വെള്ളം കുടിക്കില്ല, ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ അയ്യപ്പനെ മാത്രം ഓർത്തിട്ട് ഞാൻ മല കയറും. കാരണം എന്നാ, എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജിന്ന് 1% പോലും കുറയരുത്. എൻ്റെ മനസ്സിൽ തീവ്രമായിട്ടുള്ള ആഗ്രഹം നടന്നു എൻ്റെ കൂട്ടുകാരെ. ഞാനങ്ങനെ മല കയറി തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ഈ ഗുരുസ്വാമി എൻ്റെ കൂടെ പാഞ്ഞ് കയറി വരും. ഞാൻ കുറച്ച് നേരം മോളിൽ ചെല്ലും, ഞാനവിടെ നിൽക്കും. മോൻ കുറച്ച് തടിയുള്ളവനാണ്. അപ്പോൾ ആ സ്വാമി വരുമ്പോൾ പതുക്കെ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ മോളിൽ ചെന്ന് നിൽക്കും, മോൻ വരും, ഞങ്ങളൊക്കെ ഒരുമിച്ച് അടുത്ത സ്റ്റെപ്പ് കയറും, മോളിൽ പോയി നിൽക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത്. കുറച്ചങ്ങോട്ട് കയറിയപ്പോൾ ഗുരുസ്വാമിയും മോൻ്റെ ഒപ്പം കുറച്ച് സ്പീഡ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മോളിൽ ചെന്ന് നിൽക്കും, അവിടെ നിൽക്കും. അപ്പോൾ ഇവർ എന്നെ കാണുന്ന ഒരു ദൂരത്തിലായി. ഞാനിപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ വലത്തെ സൈഡിൽ ഒരു സ്റ്റോഡ് പോലത്തെ ഒരു സംഭവം, അതിൽ ഈ മോരും പച്ചവെള്ളമൊക്കെ, അതായത് വയ്യാത്തവർക്ക് പച്ചവെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സൗകര്യമാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഇവർ കയറി വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കൂട്ടുകാരെ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു 4-5 പേര് വെള്ളമൊക്കെ കുടിച്ചിട്ട്, അവർ ഇറങ്ങി വരുന്ന ആൾക്കാരാണെന്നുണ്ട്, അവർ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇറങ്ങി വരുന്നവരാണോ അവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇവരെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ, കന്നഡക്കാരാണോ അതേ തമിഴ് നാട്ടുകാരാണോ എന്ന് എനിക്കറിയില്ല, ഒരാൾ എൻ്റെ ഇപ്പുറത്തേടെ വന്നു, ഒരാൾ ഇപ്പുറത്തേടെയും വന്നിട്ട് ഞാൻ നിൽക്കുന്ന സ്റ്റെപ്പിൻ്റെ താഴെ നിന്നിട്ട് ഇവർ വന്നിട്ട് എൻ്റെ കാലിൽ തൊടുകയാണ് എൻ്റെ കൂട്ടുകാരെ. ഇവർ വന്ന് എൻ്റെ കാലിൽ തൊട്ടിട്ട് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് ഭയങ്കര ഇതിൽ പറയുകയാണ്. എനിക്കെൻ്റെ ഒരു കുളിര് എന്തോ ഒരു കയറി. ഞാനപ്പോൾ ഇവർ പിടിച്ചെഴുന്നേൽപ്പിക്കണോ എനിക്കൊരു മനസ്സിലാവുന്നില്ല, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് കൂട്ടുകാരെ. അപ്പോൾ താഴെ നീ സ്വാമി ഇതൊക്കെ കാണുന്നുണ്ട്, സ്വാമി കയറി വന്നു. എനിക്കപ്പോൾ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു പ്രത്യേക അത് പറയാൻ പറ്റില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൂട്ടുകാരെ. ഈ സ്വാമി കയറി വന്നിട്ട് സ്വാമിയുടെ അടുത്ത് ചോദിച്ചു, സ്വാമി ഇവരെന്നെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്വാമി എന്നോട് പറയാണ്, അവർ
മല കയറാൻ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്ന സ്വാമികളാണ്. അവർ മുകളിൽ ചെന്നിട്ട് അയ്യപ്പനെ കാണേണ്ടതാണ്. അവരിപ്പോൾ അവരുടെ അയ്യപ്പനെ കണ്ടു, അവർ തൊഴുതു, അവർ പോയി. എൻ്റെ കൂട്ടുകാരെ, ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടും അയ്യപ്പൻ എൻ്റെ കൂടെയാണെന്നുള്ളൊരു വിശ്വാസം, ഒരു പവർ, ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എന്നിലേക്ക് വന്നു. ഞാനിവരുടെ കൂടെ മല കയറി അയ്യപ്പൻ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാനിങ്ങനെ കറങ്ങിയിട്ട് ഞാൻ നോക്കിയിട്ട് അയ്യപ്പനൊന്നും കണ്ടില്ല. ഞാൻ ചെറിയ തിരക്കുള്ളു, ഞാൻ നോക്കിയിട്ട് അയ്യപ്പനൊന്നും കണ്ടില്ല. ഞാനിങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ ഗുരുസ്വാമിനോട് ചോദിച്ചു, നീ അയ്യപ്പനെ കണ്ടു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കുറേ തപ്പി, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുള്ളി എന്നെ തേങ്ങ ഉടക്കണം അതിൽ ഇങ്ങനെ താഴ്ത്തായിട്ട് രണ്ടാമത് കയറ്റിക്കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ കൂട്ടുകാരാ, അയ്യപ്പൻ്റെ പ്രതിഷ്ഠയും അയ്യപ്പനെ എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണോ, എൻ്റെ കെട്ടുകളൊക്കെ പൊട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആണോ? എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഷെയർ ചെയ്യാം. ഞാനിത് 3 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കണം എന്നാണ് വിചാരിച്ച കൂട്ടുകാരെ. പക്ഷെ പറ്റില്ല. ആ ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എനിക്കിത് 3 മിനിറ്റ് കൊണ്ട് ചെയ്താൽ പറ്റില്ല കൂട്ടുകാരെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ എന്നെ കൂടെ കൂട്ടുക. നന്ദി, നമസ്കാരം. അടുത്തതിൽ കാണാം.